പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് അമൽ തേനംപറമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ശരിയാണ്, ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞു, രണ്ടാമത്തെ കേസിൽ ജനുവരി 21 വരെ ജാമ്യമുണ്ട്. പക്ഷേ മൂന്നാമത്തെ പരാതി നോക്കൂ, കൃത്യമായ തെളിവുകൾ പറയുമ്പോൾ പോലും നെഞ്ച് പിടയ്ക്കുകയാണ്. നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയയായി, പക്ഷേ ആ ഭ്രൂണം, ആ ഫീറ്റസ് സൂക്ഷിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി. ആ DNA പരിശോധനയ്ക്ക് തയ്യാറാണ്, പക്ഷെ രാഹുൽ തയ്യാറല്ല. മൂന്നാമത്തെ പരാതിയിലെ പോലീസിന്റെ നീക്കം നിർണായകമായിരുന്നു. ആദ്യ രണ്ട് കേസിലേതുപോലെയല്ല, ആദ്യ രണ്ട് കേസിലും പോലീസിന് പഴി കേൾക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും ആദ്യ കേസിൽ അറസ്റ്റ് തടയുന്ന ഒരു നടപടി കോടതിയിൽ നിന്നുമുണ്ടായി. ആ സമയത്തെല്ലാം അറസ്റ്റിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി കോടതി നടപടികൾ പുരോഗമിക്കുന്ന സമയത്ത് രാഹുൽ ഒളിവിലായിരുന്നു. രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാം കേസിൽ രാഹുലിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ മൂന്നാം കേസിൽ പോലീസിന്റെ നീക്കം അതീവ രഹസ്യമായിരുന്നു എന്ന് മാത്രമല്ല, ഒരു വിധത്തിലും ഈ വിവരം ചോരാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാത്രിയിലെ അറസ്റ്റ് ഉണ്ടാകുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള വിവരം രാഹുലിന്റെ ഭാഗത്തേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ആദ്യ കേസിൽ മാറിയതുപോലെ തന്നെ ഈ കേസിലും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിനൊന്നും വഴി നൽകാതെ തെളിവ് ശേഖരണത്തിന്റെ അടക്കം അടിസ്ഥാനത്തിൽ ഈ അറസ്റ്റിന് മുമ്പ് തന്നെ എന്തെല്ലാം തെളിവുകൾ പ്രാഥമിക ഘട്ടത്തിൽ ശേഖരിക്കേണ്ടതുണ്ടോ ആ തെളിവ് ശേഖരണം അടക്കം പൂർത്തിയാക്കിയാണ് മൂന്നാമത്തെ കേസിൽ രാഹുലിനെതിരെയുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നത്. അങ്ങനെയാണ് ഇന്നലെ രാത്രിയിലെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു വിധത്തിലുള്ള ഒരു അവസരവും രാഹുലിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയില്ല. അഭിഭാഷകനോട് സംസാരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അഭിഭാഷകനോട് സംസാരിക്കാനുള്ള ഒരു അവസരം നൽകേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിക്കുന്നു. പ്രത്യേകിച്ചും ഈ പരാതിക്കാരി പരാതി നൽകുക മാത്രമല്ല, ആദ്യ രണ്ട് കേസുകളിലേത് പരാതിയാണ് എങ്കിൽ, അല്ലെങ്കിൽ ചില ഓഡിയോ സന്ദേശങ്ങളും ചാറ്റുകളുമൊക്കെയാണ് പുറത്തു വന്നത് എങ്കിൽ, ഇത് പക്ഷേ അങ്ങനെയല്ല. ഇത് പരാതിക്കൊപ്പം കൃത്യമായി തന്നെയുള്ള ചില തെളിവുകളും പരാതിക്കാരി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതിപ്പോൾ പത്തനംതിട്ടയിലെ AR ക്യാമ്പിൻ്റെ മുൻവശമാണ്. അവിടെ നിറയെ പോലീസാണ്. എപ്പോൾ വേണമെങ്കിലും രാഹുലിനെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ച വൈദ്യപരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും ഒരു പ്രതിഷേധത്തിനുള്ള സാഹചര്യം അടക്കം കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കണ്ണൻ നായർ കൂടി ചേരുന്നുണ്ട്. കണ്ണൻ, ഇന്നലെ രാത്രിയിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു. രാത്രിയിലെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ പഴുതടച്ചുള്ള അറസ്റ്റ് എന്ന് പറയേണ്ടി വരും. രാഹുലിനൊപ്പമുള്ള ആളുകളെല്ലാം ഈ ഹോട്ടലിൽ നിന്നും പോയ ശേഷം അവിടെ നിന്നും അറസ്റ്റ് ഉണ്ടാകുന്നു. അവിടെ നിന്നും എവിടേക്കാണ് പോകുന്നതെന്ന് അവർ ആദ്യം വ്യക്തത ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ തിരുവനന്തപുരം എന്ന ഒരു തോന്നലുണ്ടായി ഇടയ്ക്ക്, പക്ഷേ അതിനുശേഷം പത്തനംതിട്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരുപാട് സമയമായി ഇവിടുത്തെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇനി പുറത്തേക്കൊരു ഇറക്കം എപ്പോഴുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ 10 മണിയോടുകൂടി ഈ രാഹുലിനെ പുറത്തേക്ക് ഇറക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 10 മണിക്ക് ഇറക്കാൻ സാധിക്കില്ല. കാര്യം ആദ്യഘട്ടത്തിൽ 4 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അതിനുശേഷം കൂടുതൽ വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി രണ്ടാം ഘട്ടത്തിൽ DIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് കാര്യം. കോടതിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും റിമാൻഡിലേക്ക് പോകും. റിമാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകണം. അത്തരം ദിവസങ്ങളുടെ എടുക്കും. പക്ഷേ ഇപ്പോൾ പരമാവധി രേഖകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ, തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശകലനം ചെയ്യുകയും ബാക്കി അതിന് അനുബന്ധമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താനൊക്കെ തന്നെ സാധിക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ രാഹുലിനെ വാങ്ങിക്കുന്ന സമയത്ത് വീണ്ടും ഈ പുതിയ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്താനും ആ കാര്യങ്ങളിലേക്ക് പോകാനും ഒക്കെ സാധിക്കും. അതുതന്നെയാണ് ഇപ്പോൾ എന്തായാലും നിലവിലെ ഒരു അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ജാമ്യം എന്നുള്ളത് രാഹുലിന് മുന്നിൽ നടക്കാത്ത ഒരു കാര്യമായി തന്നെ മാറുകയാണ്. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. കാര്യം ഭ്രൂണഹത്യ, ബലാത്സംഗം, സ്ത്രീയെ ആക്രമിക്കൽ, അതുപോലെ തന്നെ പണം തട്ടിയെടുക്കൽ, അങ്ങനെ ഒരു കാരണവശാലും മാത്രമല്ല മുമ്പ് 2 കേസ് സമാനമായി തന്നെ കിടക്കുകയും. അതെ. അത് മാത്രമല്ല, ഈ കേസിലുണ്ടായിട്ടുള്ള സമാനമായ സംഭവങ്ങൾ തന്നെയാണ് മുൻ കേസുകളിലും ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ അതിജീവിതര പരാതിയിൽ സമാനമായ രീതിയിൽ തന്നെയാണ് രാഹുൽ ഏതൊക്കെ തരത്തിലുള്ള ലൈംഗിക വൈകൃതത്തിന് അടിമയായിരുന്നോ ഏതൊക്കെ ലൈംഗിക വൈകൃതമാണ് അയാൾ നടത്തിയതെന്നുള്ളത് കൃത്യമായി പറഞ്ഞിരുന്നു. ഈ വേണമെങ്കിൽ ഈ പരാതിയുടെയും തെളിവുകളുടെയും കൂടി അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ കേസിലെ ജാമ്യം പോലും റദ്ദാക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് പ്രശ്നങ്ങളിലേക്ക് നിയമകാര്യങ്ങളിലേക്ക് പോകാൻ അന്വേഷണത്തിന് സാധിക്കും. സമാനമായി തന്നെയുള്ള അതേ ആരോപണങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് ഒരു പരാതി കൂടി വരികയാണ്. രണ്ടാമത്തെ പരാതിയിൽ ഭ്രൂണഹത്യ എന്ന് പറയുന്നതില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ കുറ്റങ്ങളും സമാനമായി തന്നെ നിലനിൽക്കുന്ന കുറ്റങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ കേസിലെ ഒരു ഹൈക്കോടതി ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഒരു നടപടിയുണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ കേസിൽ ജാമ്യം നൽകിയ നടപടിയുണ്ട്. രണ്ടാമത്തെ കേസിലെ ജാമ്യം റദ്ദാക്കലും ആദ്യത്തെ കേസിലെ അറസ്റ്റ് തടഞ്ഞ നടപടിയും വേണമെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ റദ്ദാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ആ കേസിൽ തുടർച്ചയായി അറസ്റ്റ് പരാതിയിലുണ്ട്. അമൽ, കണ്ണൻ നായരും പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മൂന്നാമത്തെ പരാതിയിൽ അന്വേഷണ സംഘം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് കൂടി അറിയേണ്ടതുണ്ട്. കാരണം ആദ്യത്തെ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് കോടതി. രണ്ടാമത്തെ പരാതിയിൽ
മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അത് ജനുവരി 21 വരെയാണ്. ഇനി അതായത് ഒരു 10 ദിവസം കൂടി ജാമ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കയ്യിൽ. പക്ഷെ മൂന്നാമത്തെ പരാതി അങ്ങനെയല്ല. കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ വിദേശത്തുള്ള ഈ അതിജീവിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം, കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് വി ശിവൻകുട്ടി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത സംഭവം അതീവ ഗൗരവതരമാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട ആളിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതെന്നും രാഹുൽ വി ശിവൻകുട്ടി പറയുന്നു. അതോടൊപ്പം പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരിന്റെ കാലയളവിൽ കുറ്റാരോപിതർ എത്ര ഉന്നതരായാലും മുഖം നോക്കാതെ പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണെന്ന് പറഞ്ഞ ചില പേരുകൾ കൂടി വി ശിവൻകുട്ടി എഴുതുന്നുണ്ട്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, നടൻ ദിലീപ്, തന്ത്രി കണ്ഠരര് രാജീവര്, മുൻ MLA PC ജോർജ്, മഞ്ചേശ്വരം മുൻ MLA MC ഖമറുദ്ദീൻ, മോൻസൺ മാവുങ്കൽ, രാഹുൽ ഈശ്വർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ലിസ്റ്റിൽ വി ശിവൻകുട്ടി എഴുതാൻ മറന്നുപോയ 2 പേരുകളുണ്ട്. ഒന്ന് പഴയ മുൻ കോന്നി MLA പത്മകുമാറും N വാസുവും.